മോദിയുടെയും കൂട്ടരുടെയും കൊള്ളരുതായ്മയെക്കുറിച്ച് പറയാനോ വിഡ്ഢിത്തങ്ങളെ വിമർശിക്കാനോ തന്റേടമുള്ള വളരെ ചുരുക്കം സെലിബ്രിറ്റികളും പ്രമുഖ വ്യക്തികളും മാത്രമേ ഇന്ത്യയിലുള്ളൂ. മീഡിയയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. 99% സെലിബ്രിറ്റികളും പ്രമുഖ വ്യക്തികളും EDയെയും CBIയെയും ഭയപ്പെട്ട് ഒന്നും പറയാതെ ഇരിക്കുക മാത്രമല്ല, മറിച്ച് നാണം കെട്ട് മോദി സ്തുതികൾ പാടുകയാണ് എപ്പോഴും ചെയ്യുന്നത്. 2014 മുൻപ് സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന എല്ലാ മീഡിയകളും ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത് പൊള്ളയായ മോദി സ്തുതികൾ പാടുന്നതിനാണ്. അത്തരം സന്ദർഭത്തിൽ ബോളിവുഡിലെ ഒരു സൂപ്പർ സെലിബ്രിറ്റി പരസ്യമായി മോദിയെയും കൂട്ടരെയും വിമർശിച്ചുകൊണ്ട് ധൈര്യത്തോടെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം മോദിയെയും കൂട്ടരെയും തുറന്നു വിമർശിക്കുന്നതും അവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നതും നമുക്ക് വ്യക്തമായി കാണാം. ഇന്ത്യയിലെ ഒരു മീഡിയ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുകയില്ല. അതിനാൽ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 2014 ശേഷം ഇന്ത്യയിലെ സെലിബ്രിറ്റികളുടെ എല്ലാം നട്ടെല്ല് മോദിയുടെ മുന്നിൽ പണയം വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോഴും പെട്രോളിന്റെ വില കൂടിയപ്പോഴും ഇവർ കാട്ടിക്കൂട്ടിയതും പറഞ്ഞതുമായ കാര്യങ്ങൾ നിങ്ങളിൽ ആരും മറന്നിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞ് 90-ന് മുകളിൽ എത്തിയിട്ടും ക്രൂഡ് ഓയിൽ വില മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തിന്റെ പകുതിയിൽ താഴെയായിട്ടും പെട്രോളിന്റെയും ഡീസലിന്റെയും വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിട്ടും ഇവരൊന്നും വാ തുറന്നിട്ടില്ല. ഇനി എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളവർ ഇതുകൊണ്ട് ഇന്ത്യൻ എക്കോണമിക്ക് എത്ര വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് സ്ഥാപിക്കാനാണ് യാതൊരു ലജ്ജയുമില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ മീഡിയകളും മോദിയുടെയും കൂട്ടരുടെയും പൊള്ളത്തരങ്ങളും ജനങ്ങളുടെ ദുരിതങ്ങളും തുറന്നു കാട്ടുന്നതിന് പകരം മോദിയുടെ കാല് നക്കുകയാണ്. അത്തരം സന്ദർഭത്തിൽ ബോളിവുഡിലെ ഒരു വലിയ സെലിബ്രിറ്റി ശക്തമായ വിമർശനവുമായാണ് എത്തിയത്. പ്രമുഖ ബോളിവുഡ് ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നടനുമായ വിശാൽ ദദ്ലാനിയാണ് മോദിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. വളരെ മികച്ച ഗായകനായ അദ്ദേഹം വളരെയേറെ പാട്ടുകൾ ബോളിവുഡിന് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പ്രവർത്തിച്ച സിനിമകളുടെ ഒരു പാർഷ്യൽ ലിസ്റ്റാണ് ഇത്. എത്ര നീണ്ട ലിസ്റ്റാണ് ഇത് എന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര വലിയ സെലിബ്രിറ്റിയാണ് അദ്ദേഹം എന്ന്. പാർലമെന്റിൽ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ചർച്ച നടത്തിയതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. വളരെ വിലയേറിയ പാർലമെന്റിന്റെ സമയം യാതൊരു ഉപകാരവുമില്ലാത്ത പ്രവൃത്തിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ രോഷം പൂണ്ട്. ഇന്ത്യൻ പാർലമെന്റ് 1 മിനിറ്റ് പ്രവർത്തിക്കുന്നതിന് ചെലവാകുന്നത് 2.5 ലക്ഷം രൂപയാണ്. 1 മണിക്കൂറിനല്ല, 1 മിനിറ്റ് പാർലമെന്റ് പ്രവർത്തിക്കുന്നതിനുള്ള ചെലവ് 2.5 ലക്ഷം രൂപ. അപ്പോൾ ഒരു ദിവസം പാർലമെന്റിൽ യാതൊരു ഉപകാരവുമില്ലാത്ത ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ജനങ്ങളുടെ എത്രയേറെ പണമാണ് പാഴാക്കി കളഞ്ഞത് എന്ന് കണക്ക് കൂട്ടിക്കൊള്ളൂ. മൊദാനിയുടെ NDTVയുടെ ഈ ന്യൂസിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പാർലമെന്റ് 1 മിനിറ്റ് നടത്തുന്നതിന് 2.5 ലക്ഷം രൂപ ചെലവാകുമെന്ന്. ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. हेलो भाइयों और बहनों, बड़ी खुशखबरी की बात है आपके लिए। कल हमारे पार्लियामेंट ने, इंडिया के पार्लियामेंट ने 10 घंटे वंदे मातरम पे बहस की। वंदे मातरम जो कि एक बहुत मशहूर और चहीता देश गीत है जो कि बंकिम चंद्र चटर्जी ने लिखा है। लोग इसे बहुत चाहते हैं। इस पे बहस हुई पार्लियामेंट में और इस बहस की वजह से मैं आपको बता दूं इंडिया की बेरोजगारी का प्रॉब्लम सॉल्व हो गया, इंडिगो वाली प्रॉब्लम सॉल्व हो गई है, एयर पोल्यूशन की प्रॉब्लम सॉल्व हो गई है। इमेजिन 10 घंटे एक पोएम पे डिबेट हुई है। इन बातों का जिक्र तक नहीं हुआ, लेकिन ये बातें सब इस डिबेट की वजह से सॉल्व हो गई हैं। ये डिबेट जो आपके टैक्स के पैसों का 1 मिनट पार्लियामेंट में 2.5 लाख रुपया कॉस्ट करता है, 10 घंटे मतलब 600 मिनट काउंट कीजिए. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ പാർലമെന്റ്, ഇന്ത്യയുടെ പാർലമെന്റ് 10 മണിക്കൂർ വന്ദേമാതരത്തെക്കുറിച്ച് ചർച്ച നടത്തി. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വളരെ പേര് കേട്ടതും പ്രിയപ്പെട്ടതുമായ ദേശീയ ഗീതമാണ് വന്ദേമാതരം. അത് വളരെയേറെ ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടന്നു. ഈ ചർച്ചയുടെ ഫലമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, ഇൻഡിഗോയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, വായു മലിനീകരണത്തിന്റെ പ്രശ്നം പരിപൂർണമായി പരിഹരിക്കപ്പെട്ടു. ചിന്തിച്ചു നോക്കുക, 10 മണിക്കൂർ ഒരു കവിതയെക്കുറിച്ച്
പാർലമെന്റിൽ ചർച്ച നടത്തുക. ഈ ചർച്ചയിൽ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും പ്രതിപാദിച്ചതേയില്ല. എന്നിട്ടും വന്ദേമാതരത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ രാജ്യത്തെ ഈ നീറുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ടു. പാർലമെന്റ് 1 മിനിറ്റ് നടത്തുന്നതിന് നിങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപ ചെലവാകുന്ന സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് 10 മണിക്കൂർ ചർച്ച നടത്തിയത്. 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ 600 മിനിറ്റ്. അപ്പോൾ നിങ്ങളുടെ എത്ര പണം ഇതിനുവേണ്ടി ചെലവഴിച്ചു എന്ന് കണക്കുകൂട്ടി നോക്കുക. അദ്ദേഹം വളരെ പരിഹാസ രൂപേണയാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ 2025 നടക്കുന്നതിനെ രൂക്ഷമായി വിമർശിച്ചത്. ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഇത്തരം വിഡ്ഢി നാടകങ്ങൾ പാർലമെന്റിൽ നടത്തുമോ? ഇവർക്കൊക്കെ വോട്ട് ചെയ്ത ആളുകൾ എത്തരത്തിലുള്ള ആളുകളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് പാർലമെന്റിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പാഴാക്കി ഇത്തരം യൂസ്ലെസ് ചർച്ചകൾ നടത്തി മോദിയും കൂട്ടരും ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നത്. എന്നിരുന്നാലും മന്ദഭക്തർക്ക് ഇതും വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നുള്ളതാണ് വളരെ ദയനീയമായ വസ്തുത. ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാൻ രാജ്യത്തെ ഒരു സെലിബ്രിറ്റിക്കെങ്കിലും നട്ടലുണ്ടായല്ലോ എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം. അമിതാഭ് ബച്ചനും ഷാരൂഖ് ഖാനും സച്ചിൻ തെണ്ടുൽക്കറും ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ മോദിക്ക് ജന്മദിന ആശംസകൾ നേരാനും പുകഴ്ത്താനും ഒരിക്കലും മറക്കാറില്ല. വിശാൽ ദദ്ലാനിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ.